യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഈ ക്രിസ്മസ് വിചാരങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ വളരെ കാലം തൊട്ടേ ക്രിസ്മസ് ആഘോഷിച്ചു പോന്നു. അന്നൊക്കെ ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരു അടിച്ചുപൊളി ജീവിതമായിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. പക്ഷേ പ്രാർത്ഥനാ ജീവിത അനുഭവത്തിലൂടെ കടന്നു വന്നപ്പോൾ ആട്ടിടയന്മാർക്കും പൂജാരാജാക്കന്മാർക്കും നക്ഷത്രം വഴികാട്ടിയായി പോയതുപോലെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് വഴികാട്ടിത്തരുന്ന നമ്മുടെ മാതാപിതാക്കൾ കത്തിയെരിയുന്ന നക്ഷത്രങ്ങളാണ്. അവർ പാടത്തും പറമ്പിലും വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്തുകൊണ്ട് ആ ജീവിതമാർഗങ്ങളെല്ലാം നമുക്ക് വേണ്ടി, പുൽക്കൂട്ടിൽ പിറന്ന യേശുവിന് വേണ്ടി ഔസേപ്പിതാവും മാതാവും സഹിച്ചതുപോലെ ഓരോ ജീവിതത്തിലും അവർ സഹിച്ചുകൊണ്ട് നമ്മെ മുന്നേറുവാൻ പഠിപ്പിച്ച് ജീവിതത്തിൽ യേശുവിൻ്റെ വഴികാട്ടിയായി മാറ്റാൻ കത്തുന്ന നക്ഷത്രങ്ങളായി മാറിയ നമ്മുടെ മാതാപിതാക്കളെ ഏറ്റവും വാത്സല്യത്തോടുകൂടെ ഓർക്കുവാനും ചിന്തിക്കുവാനും അവരെ കൂടുതൽ ശുശ്രൂഷിക്കുവാനും മക്കളെന്ന നിലയിൽ നമുക്ക് ഓരോർക്കും കടമയുണ്ട്, കർത്തവ്യമുണ്ട്. ക്രിസ്മസിൽ ഏറ്റവും വേണ്ടത് ആ മാഹാത്മ്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇത് മനസ്സിലായത് പ്രാർത്ഥനാ ജീവിതത്തിലൂടെ കടന്നു വന്നപ്പോൾ, വചന ശുശ്രൂഷകൾ കേൾക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും തുടങ്ങിയപ്പോൾ ഈ ചിന്ത എന്നിൽ ഉടലെടുത്തു. മാതാപിതാക്കളെ ബഹുമാനിക്കുക, അവർക്ക് വേണ്ടി ജീവിക്കുക, ജീവിതം ഒരു പുൽക്കൂടായി അവരുടെ മുമ്പിൽ സമർപ്പിക്കുവാൻ ദൈവകൃപയാൽ എന്നെ വഴി നടത്തുന്നത് ഈ പ്രാർത്ഥനാ ജീവിത അനുഭവമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാനും നിങ്ങളും ഈ ലോകത്തിൽ ഇന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് മാതാപിതാക്കൾക്ക് ഒരു അത്താണിയായി, ഒരു വഴിവിളക്കായി, മറ്റുള്ളവർക്ക് പ്രകാശമായി കത്തുന്ന ഒരു നക്ഷത്രമായി ഈ ലോക ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുവാൻ ഞാനും നിങ്ങളും കടപ്പെട്ടവരാണ്. യേശുവിന് വേണ്ടി ജീവിക്കേണ്ടവരാണ്. പ്രിയപ്പെട്ടവരെ, വചനം നമ്മുടെ ഹൃദയത്തിൽ പതിഞ്ഞ് എല്ലാവർക്കും കൊടുക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും കത്തുന്ന നക്ഷത്രങ്ങളായി മാറ്റുവാൻ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.